എല്ലാവർക്കും ഗോസ്റ്റിൻ സയൻസ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 3rd സെമസ്റ്റർ ഫിസിക്സിലെ കോർ ഫിസിക്സിലെ ഉള്ള ഒരു ചാപ്റ്ററാണ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ ഇലക്ട്രോ ഡൈനാമിക്സ് 1 എന്ന് പറയുന്ന പാർട്ടിൽ വരുന്നതാണ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ്. അപ്പോൾ നമുക്ക് മാഗ്നറ്റോസ്റ്റാറ്റിക്സിലേക്ക് പോകാം. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ചെറിയ ഭാഗം മാത്രമായിരിക്കും. ബാക്കി വരുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം എന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം പോകാം. So what is magnetostatics? A Danish scientist named Hans Christian Ørsted made the important discovery that electric current creates magnetic field. But like many other important discoveries in science, Ørsted's discovery was just a lucky accident. അപ്പോൾ ക്രിസ്ത്യൻ ഈസ്റ്റഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ക്രിസ്ത്യൻ ഈസ്റ്റഡ് ആണ് എന്ത് കണ്ടുപിടിച്ചിട്ടുള്ളത്? ഇലക്ട്രിക് കറണ്ട് ക്രിയേറ്റ്സ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് കറണ്ടാണ് എന്ത് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് പക്ഷേ നമുക്കറിയാം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് വാട്ട് ക്രിയേറ്റ്സ് ദ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് ചാർജസ് ആയിരുന്നു. പോയിൻറ്റ് സോഴ്സസ് ആണ്. പോയിൻറ്റ് സോഴ്സസ് ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജസ് ആണ് അവിടെ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ടാണ്. അതൊരു പോയിൻറ്റ് സോഴ്സ് അല്ല. സോ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്സ് ഇൻ സിസ്റ്റംസ് വേർ ദ കറൻസ് ആർ സ്റ്റഡി. എന്താണ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ്? മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റഡിയാണ്. എന്തിൻ്റെ സ്റ്റഡിയാണ്? ഇസ് എ സ്റ്റഡി ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്സ് വേർ ദ കറൻസ് ആർ സ്റ്റഡി. കറൻസ് സ്റ്റഡി ആയിരിക്കണം. കറൻസ് സ്റ്റഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ചേഞ്ചിങ് വിത്ത് ടൈം. ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യരുത്. ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം ആയിരിക്കണം. ഓക്കെ, ടൈം എന്തോ വേരി ചെയ്തോട്ടെ, പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് സ്റ്റഡി ആയിരിക്കണം. ഓൾവേസ് ഇറ്റ് ഈസ് സ്റ്റഡി. ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, ടൈമിന് ഡിപ്പെൻഡേ അല്ല. ഓക്കെ, എന്തായിരിക്കണം? കറണ്ട് എന്താണ്? സ്റ്റഡിയാണ്. ദാറ്റ് സ്റ്റഡി കറണ്ട്. ആ സ്റ്റഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ്സ്. ആ മാഗ്നറ്റിക് ഫീൽഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡ്സ്, അല്ലെങ്കിൽ ആ ഫീൽഡ്സിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മാഗ്നറ്റിക് അനലോഗ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് വേർ ദ ചാർജസ് ആർ സ്റ്റേഷനറി. നമുക്കറിയുന്നതാണ് മാഗ്നറ്റിക് അനലോഗ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് എന്ത്? മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. വേർ ദ ചാർജസ് ആർ സ്റ്റേഷനറി. എവിടെയാണ് ചാർജസ് സ്റ്റേഷനറി ആയിട്ടുള്ളത്? ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ചാർജസ് സ്റ്റേഷനറി ആണ് എന്ന് പറയുന്നത് പോലെ ഇവിടെ എന്താണ് സ്റ്റേഷനറി അല്ലെങ്കിൽ എന്താണ് സ്റ്റഡി? ഇവിടെ സ്റ്റഡി എന്ന് പറയുന്നത് കറണ്ടാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. വാട്ട് ഈസ് മാഗ്നറ്റിക് ഫീൽഡ്? Coulomb believed that magnetism was produced by magnetic charges. മാഗ്നറ്റിക് ചാർജസ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്തത് എന്നായിരുന്നു കൂളും വിചാരിച്ചിരുന്നത്. മാഗ്നറ്റിക് ചാർജസ് എന്ന് ഉദ്ദേശിച്ചത് മാഗ്നറ്റിക് മോണോപോൾസ് ആണ്. അതായത് നോർത്ത് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് മോണോപോളാണ്, അതുപോലെ തന്നെ സൗത്ത് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് മോണോപോളാണ്. ഇത് ഐസൊലേറ്റ് ചെയ്ത് നിന്നിട്ട് പോസിറ്റീവും നെഗറ്റീവും ചാർജസ് നിൽക്കുന്നത് പോലെ ഒരു ഇൻട്രാക്ഷനാണ് മാഗ്നറ്റിസം എന്നാണ് ആര് വിചാരിച്ചിരുന്നത്? കൂളും വിചാരിച്ചിരുന്നത്. പക്ഷേ ആംബിയസ് വാസ് ദ ഫസ്റ്റ് ടു സ്പെക്കുലേറ്റ് ദാറ്റ് ഓൾ മാഗ്നറ്റിക് എഫക്ട്സ് ആർ അട്രിബ്യൂട്ടബിൾ ടു ഇലക്ട്രിക് ചാർജസ് ഇൻ മോഷൻ. എല്ലാ ചാർജസും എന്താണ് അല്ലെങ്കിൽ എല്ലാ മാഗ്നറ്റിക് എഫക്ട്സും എന്താണ്? അട്രിബ്യൂട്ടബിൾ ടു ദ ഇലക്ട്രിക് ചാർജസ് ഇൻ മോഷൻ. ഇലക്ട്രിക് ചാർജസ് മൂവ് ചെയ്യുമ്പോൾ മാത്രമാണ് എല്ലാ മാഗ്നറ്റിക് എഫക്റ്റും ഉണ്ടാകുന്നത്. അത് സ്റ്റേഷനറായി നിൽക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല, അല്ലെങ്കിൽ അവിടെ ഒരു മാഗ്നറ്റിക് മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടല്ല മാഗ്നറ്റിസം ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ മോഷൻ ഓഫ് ദ ഇലക്ട്രിക് ചാർജസ്, അല്ലെങ്കിൽ അതിനെ നമുക്കെന്ത് വിളിക്കാം? കറണ്ടാണ് അൾട്ടിമേറ്റ്ലി എന്തുണ്ടാക്കുന്നത്? മാഗ്നറ്റിക് എഫക്ട്സ് ഉണ്ടാക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നതെന്ന് പറയാം. സോ മാഗ്നറ്റിക് ഫീൽഡിന് നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കാം. നമുക്ക് 2 ഡെഫിനിഷൻ കൊടുക്കാം. ആ ഒന്നാമത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് കൂളുംബ് പറഞ്ഞ അതേ ഒരു കാര്യം, കൂളുംബ് പറഞ്ഞ അതേ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് ആ ഒരു ഡെഫിനിഷൻ നമുക്ക് കൊടുക്കുന്നത്. സോ ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ഹൈപ്പോത്തറ്റിക്കൽ നോർത്ത് പോൾ ഓഫ് യൂണിറ്റ് പോൾ സ്ട്രെങ്ത് അറ്റ് ദാറ്റ് പോയിന്റ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡിഫൈൻ ചെയ്തിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ ഇലക്ട്രിക് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറയുകയാണ്, ഇവിടെ നമുക്കൊരു ഹൈപ്പോത്തറ്റിക്കൽ നോർത്ത് പോൾ, ഹൈപ്പോത്തറ്റിക്കലാണ്, അതൊരു എക്സസ് ചെയ്യുന്നതല്ല. സോ ആ ഒരു ഹൈപ്പോത്തറ്റിക്കൽ നോർത്ത് പോൾ ഓഫ് യൂണിറ്റ് പോൾ സ്ട്രെങ്ത്, അത് യൂണിറ്റ് പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വേറെ ഈ ചാർജസിനെയൊക്കെ യൂണിറ്റ് ചാർജ് എന്ന് നമ്മൾ പറയുന്നില്ല. അതുപോലെ തന്നെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ നോർത്ത് പോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് പറയുന്ന ഒരിതാണ് പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ ഹൈപ്പോത്തറ്റിക്കൽ നോർത്ത് പോൾ ഓഫ് യൂണിറ്റ് പോൾ സ്ട്രെങ്ത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് ഓക്കെ എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇത് കൂളുംബിൻ്റെ ആ ഒരു ഡെഫിനിഷൻ വെച്ചുകൊണ്ട് നമ്മൾ
ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ശരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എ റീജിയൻ അറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, കറണ്ട് ക്യാരിയിങ് വയർ ഓർ എ മാഗ്നറ്റിക് ഡൈപോൾ in which other magnetic dipoles or current carrying wires experience force of interaction which may be repulsion or attraction. അതായത് ഒരു കറണ്ട് ക്യാരിങ് വയറോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡൈപോളിനോ ചുറ്റുമുള്ള ഒരു ഏരിയ, അതിനെയാണ് ആ ഒരു ഏരിയയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെങ്കിൽ ആ ഒരു ഏരിയ അവിടെ മറ്റേതെങ്കിലും കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാഗ്നറ്റിക് ഡൈപോൾസോ വെച്ചാൽ ഇവ ഇൻട്രാക്റ്റ് ചെയ്യും. ഓക്കെ, സോ അതായത് ഒരു മാഗ്നറ്റിക് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡൈപോളോ കറണ്ട് ക്യാരിയിങ് വയറിൻ്റെ ചുറ്റുമുള്ളൊരു ഏരിയ ഒരു ഇൻട്രാക്ഷൻ ഏരിയ, ആ ഇൻട്രാക്ഷൻ ഏരിയയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കുന്നതെന്ന് നമുക്ക് പറയാവുന്നതാണ്. സോ ആ ഒരു പിക്ചർ, താഴെയുള്ള പിക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാകും. നമ്മളതിനെ മുറിച്ച് കഴിഞ്ഞാലും എന്താണ് സംഭവിക്കുക, അത് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാകും. ഇൻഡിവിജ്വലി നമ്മൾ നോർത്തും സൗത്തും സെപ്പറേറ്റ് ചെയ്യാൻ സാധ്യമല്ല ഇതുവരെ നമുക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. സോ നോർത്ത് പോളും സൗത്ത് പോളും എപ്പോഴും മാഗ്നറ്റിനെ മുറിച്ച് കഴിഞ്ഞാൽ അതിനുണ്ടാകും. ഓക്കെ, മുറിച്ച് കഴിഞ്ഞപ്പോഴും നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാകും. അല്ലാതെ നോർത്ത് പോൾ വേറെയാക്കി സൗത്ത് പോൾ വേറെയാക്കി ഐസൊലേറ്റ് ചെയ്യാൻ നമുക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ടെസ്ലയാണ്. The magnetic field produced by a straight wire carrying current forms a concentric circles around it. അപ്പോൾ അതായത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്ട്രേറ്റ് വയർ, ഒരു സ്ട്രേറ്റ് വയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടായിരിക്കും. നമ്മൾ ഫിഗറിൽ കണ്ടാൽ അറിയാം, കറണ്ട് മേലോട്ട് ഒഴുകുകയാണെങ്കിൽ ആ കറണ്ടിന് ചുറ്റുമുള്ള ആ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനാൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് കോൺസെൻട്രിക് സർക്കിൾസ് ആയിരിക്കും. ആ സർക്കിൾസിൽ ഒരു സർക്കിളിൻ്റെ ഇതിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ അടുത്തടുത്ത സർക്കിളിലേക്ക് പോകുമ്പോൾ അത് കുറഞ്ഞു വരും. ഓക്കെ, ഈ കറണ്ട് നകലും തോറും എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് ആയി വരും, കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് ആ ഒരു ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു റൂളാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് റൂൾ എന്നൊക്കെ വേണേൽ പറയുന്ന ഒരു റൂളാണ്. അപ്പോൾ ഇഫ് യു ഗ്രാബ് ദ വയർ വിത്ത് യുവർ റൈറ്റ് ഹാൻഡ്, അതായത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ വയർ പിടിക്കുക. ഓക്കെ, ഒരു വയർ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നു, നിങ്ങൾ അതിനെ വലത് കൈ കൊണ്ട് പിടിക്കുന്നു. നിങ്ങളുടെ തള്ളവിരൽ കറണ്ട് കയറി ചെയ്യുന്ന ഡയറക്ഷനിൽ പോയിൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടക്ടറിനെ പിടിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ കേള് ചെയ്യുന്ന വിരലുകൾ ഡയറക്ഷനിലായിരിക്കും എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ മാഗ്നറ്റിക് ഫോഴ്സസ് എന്താണ്? മാഗ്നറ്റിക് ഫോഴ്സസ് എന്ന് പറയുന്നത് സിംപ്ലി ഇവിടെ ഒന്നും പറയുന്നില്ല. മാഗ്നറ്റിക് ഫോഴ്സസ് എന്ന് പറയുന്നത് ഇവിടെ മാഗ്നറ്റിക് ഫോഴ്സസ് എന്താണെന്ന് പറയുന്നതിലുപരി മാഗ്നറ്റിക് ഫോഴ്സസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന രണ്ട് സന്ദർഭങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ രണ്ട് കണ്ടക്ടറിലൂടെ അല്ലെങ്കിൽ രണ്ട് വയേഴ്സിലൂടെ കറണ്ട് ഒരേ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ ആ രണ്ട് വയേഴ്സും തമ്മിൽ അട്രാക്ഷനും, അപ്പോൾ രണ്ട് വയേഴ്സിലൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ഒന്നിൽ മേലോട്ടും ഒന്നിൽ താഴോട്ടും അല്ലെങ്കിൽ നേരെ തിരിച്ചും ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ റിപ്പൾഷനുമാണ് ഉണ്ടാവുക. ഈ റിപ്പൾഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഇലക്ട്രിക് ഫോഴ്സ് അല്ല ഇവിടെ ഉണ്ടാകുന്നത്. കാരണം ഈ രണ്ട് വയേഴ്സും ന്യൂട്രലായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ ഒരിക്കലും ഇലക്ട്രിക് ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യില്ല. ഇവിടെ ആക്ട് ചെയ്യുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. സോ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന രണ്ട് സന്ദർഭങ്ങളാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ചാർജ് മൂവ് ചെയ്യാണ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് മൂവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഓൾവേസ് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ആ മാഗ്നറ്റിക് മൂവ് ചെയ്യുന്ന ആ റീജിയനിലുള്ള മാഗ്നറ്റിക് ഫീൽഡിനും അതുപോലെ തന്നെ മൂവ് ചെയ്യുന്ന വെലോസിറ്റിയുടെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് വരുന്നത്? ഈ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് വരുന്നത്. ആ ഒരു കണ്ടീഷൻ, ആ ഒരു ഒബ്സർവേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഒരു ലോ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. എഫ് മാഗ്നറ്റിക് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ക്യൂ എന്ന് പറയുന്ന ചാർജാണ്, പാർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ ആ ചാർജാണ്. വി എന്ന് പറയുന്ന വെലോസിറ്റിയാണ്. ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. സോ വി ക്രോസ് ബി ക്രോസ് പ്രൊഡക്റ്റ് ആണ്. സോ എഫ് മാഗ്നറ്റിക് എന്ന് പറയുന്ന ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് വി ആൻഡ് ബി. വിയും ബിയും വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും അടങ്ങിയിരിക്കുന്ന ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എപ്പോഴും മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഈ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് ലോ. In the presence of both electric and magnetic fields, the net force on Q, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടെങ്കിൽ നെറ്റ് ഫോഴ്സ് ഓൺ Q എന്ന് പറയുന്നത് F is equal to F electric plus F magnetic is equal to Q into E plus V cross B ആയിരിക്കും. And this is known as the Lorentz force law in electromagnetism.
ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. കാരണം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫോഴ്സ് QE ആണെന്ന് നമുക്കറിയാം. മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാലുള്ള ഫോഴ്സ് Q V cross B ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ രണ്ടുമുള്ള ഒരു ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഒരു ഫീൽഡിൽ ഒരു മൂവിങ് ചാർജ് ഉണ്ടെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് Q × E + V cross B ആയിരിക്കും. ദിസ് ഈസ് നോൺ ആസ് എ ലോറൻസ് ഫോഴ്സ് ലോ ഇൻ ഇലക്ട്രോ മാഗ്നറ്റിസം. നെക്സ്റ്റ്, മാഗ്നറ്റിക് ഫോഴ്സസ് ഡു നോ വർക്ക്. ഇവിടെ ഒന്നും പറയാനില്ല. ഇലക്ട്രിക് ഫോഴ്സസ് വർക്ക് ചെയ്യും, മാഗ്നറ്റിക് ഫോഴ്സസ് വർക്ക് ചെയ്യുന്നില്ല. ഇലക്ട്രിക് ഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവയ്ക്ക് അതിൻ്റെ കൈനറ്റിക് എനർജിയെ, ചാർജസിൻ്റെ കൈനറ്റിക് എനർജിയെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പക്ഷേ മാഗ്നറ്റിക് ഫോഴ്സസിന് വർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് ഒരു അതിന് കൈനറ്റിക് എനർജിയെ വ്യത്യാസം വരുത്താൻ സാധിക്കുന്നില്ല. അഥവാ അതിന് വെലോസിറ്റിയെ, മാഗ്നിറ്റ്യൂഡിനെ യാതൊരു വിധത്തിലുമുള്ള വ്യത്യാസം വരുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. സോ അതിനുള്ള പ്രൂഫ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. Q എന്ന് പറയുന്ന ചാർജ് ഒരു എമൗണ്ട് DL മൂവ് ചെയ്യുന്നുണ്ട്. വിത്ത് വെലോസിറ്റി V ആണ് മൂവ് ചെയ്യുന്നത്. സോ DL എന്ന് പറയുന്നതിന് നമുക്ക് എന്താക്കി എഴുതാം? VDT ആക്കി എഴുതാം. because GL/dt is equal to V, so DL is equal to VDT. so small work done by the magnetic field എന്നുള്ള രീതി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ dW magnetic is equal to F magnetic into DL, and F magnetic നമുക്കറിയാം Q × V cross B ആണ്, and DL എന്ന് പറയുന്നത് VDT ആണ്. so Q × V cross B dot VDT വരും. so V cross B dot V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് 0 ആണ്. V cross B എന്ന് പറയുന്നത് വിക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണ്. V എന്ന് പറയുന്നത് V cross Bക്ക് പെർപെൻഡിക്കുലർ ആണ്. സോ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണ്? V cross B dot V എന്ന് പറയുന്നത് ആംഗിൾ 90 വരുന്നത് കൊണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് 90 വന്നു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, ഇറ്റ് ഈസ് 0. സോ മാഗ്നറ്റിക് ഫോഴ്സ് ക്യാൻ ആൾട്ടർ ദ ഡിറക്ഷൻ ഓഫ് ദ വെലോസിറ്റി ബട്ട് കനോട്ട് ചേഞ്ച് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് എന്നുള്ളതാണ്. അതിന് വെലോസിറ്റിയെ, ഡയറക്ഷനെ ആൾട്ടർ ചെയ്യാൻ സാധിക്കുമെങ്കിലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ, അതായത് സ്പീഡിൽ യാതൊരുവിധ ചേഞ്ച് വരുത്താൻ സാധിക്കില്ല. അഥവാ കൈനറ്റിക് എനർജിയെ യാതൊരുവിധ മാറ്റം വരുത്താൻ മാഗ്നറ്റിക് ഫോഴ്സിന് സാധിക്കില്ല എന്നുള്ളതാണ്. സോ അടുത്ത ഭാഗങ്ങൾ നമ്മൾ അടുത്ത സെക്ഷനിലുകൾ എടുക്കാൻ ശ്രമിക്കും. സോ ഇത്രയേ പറയുന്നുള്ളൂ.